AM കിച്ചൺ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ക്രിസ്മസ് ആവുകൊണ്ടേ നല്ലൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നും കരുതി. നമ്മൾ ഈ ബിരിയാണിയിൽ ഒട്ടും ഓയിലൊന്നും ചേർക്കണില്ല. അപ്പോൾ എല്ലാ മസാലകളും പച്ചയ്ക്കാണ് ചേർക്കണേ. സവാള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ഇതെല്ലാം പേസ്റ്റാക്കി, പിന്നെ തക്കാളി, ഗരം മസാല, തൈര്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്കൊന്ന് മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ള സവാളയും തക്കാളിയും കറിവേപ്പിലയും പിന്നെ മല്ലിച്ചപ്പും പുതിനയിലയും മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, തൈര്, ഉപ്പ്, പിന്നെ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇത് നന്നായി ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സമയം നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള തോതിൽ ഒന്ന് തിളപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഞാനിതാ അതുപോലെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ 4 ഗ്ലാസ് വെള്ളം കൂടെ വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായും അതുപോലെ ഉപ്പും മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ. ഇതിൽ ഞാൻ ഓയിലൊന്നും ചേർക്കണില്ല. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയുള്ള അരി ഞാൻ 2 ഗ്ലാസ് അരി എടുത്ത് ജീരകശാല റൈസാണ് എടുത്തത്. അത് ഞാനിതാ കുതിർത്തെടുത്ത് നന്നായിട്ട് ഒന്ന് കഴുകി കുതിർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് അവിടെ നമ്മുടെ അരിക്ക് വെച്ചിട്ടുള്ള വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്തതിന് ശേഷം ഞാൻ കുക്കർ അടച്ച് വെച്ച് ഒറ്റ വിസിൽ വന്നപ്പോൾ ഓഫാക്കി. അതിന് ശേഷം അതിൻ്റെ സ്റ്റീമെല്ലാം പോയതിന് ശേഷം അത് തുറന്ന് അപ്പോൾ വേവൊക്കെ പാകമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് മാത്രം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഞാൻ സവാളയൊന്നും വറുത്തെടുത്തിട്ടില്ല കേട്ടോ. ഒരു അണ്ടിപ്പരിപ്പ് മാത്രം ഞാൻ ഇതിൽ ചേർക്കണുള്ളൂ. ഇതൊരു വ്യത്യസ്തമായിട്ടൊരു ബിരിയാണി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു, അപ്പോൾ അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ ചോറെല്ലാം അതിൻ്റെ ആ ഒരു പാകത്തിന് നല്ല വൃത്തിക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഒരു വറ്റുമ്പോൾ തൊട്ടിട്ടില്ല, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ മസാലയൊക്കെ സെറ്റാക്കി വെച്ചല്ലോ, അതിൻ്റെ മുകളിലൊരു വാഴയിലൊക്കെ വാട്ടിയതും വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ചോറ് ഈ മസാലക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചോറെല്ലാം ചേർത്തതിന് ശേഷം ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും, പിന്നെ നമ്മുടെ ഗരം മസാലപ്പൊടിയും, പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ആ നെയ്യോടുകൂടി, അതായത് ആകെ ഞാനിതിലേക്ക് ചേർത്തത് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാനായിട്ട് നമ്മൾ ചേർത്തിട്ടില്ല 1 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമാണ്. വേറെ ഒരു ഓയിൽ ഞാനിത് ചേർത്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്ത് ടേസ്റ്റാണെന്നറിയോ. ഇനിയിപ്പോൾ നമുക്ക് കുക്കർ അടച്ച് വെച്ച് വീണ്ടും ഇതൊന്ന് ഒറ്റ വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഈ ചിക്കനൊന്നും ഒട്ടും വേവിച്ചിട്ടില്ല, അതുകൊണ്ടാണ് 1 വിസിൽ വരെ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിതാ സ്റ്റൗ എല്ലാം കത്തിച്ച് വീണ്ടും അടച്ച് വെച്ച് 1 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അതാ ഞാൻ കുക്കർ പിന്നെ അതിൻ്റെ ആ സ്റ്റീമെല്ലാം പോയതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടല്ലോ, ഇതാ ഒട്ടും വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ആ ഒരു പാകത്തിന് തന്നെ നമ്മളെ ചോറും മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ചോറും മസാലയൊക്കെ വേറെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട്. നല്ല എന്താ പറയുക, ഉലർന്ന് കിട്ടുക എന്ന് പറയും, ഞാൻ അങ്ങനെ പറയുക. അതുപോലെയുള്ള ചോറും മസാലയൊക്കെ റെഡിയായി, മസാല അതെ നന്നായി വെന്ത് ഒട്ടും പിന്നെ ഉടഞ്ഞൊന്നും പോവാണ്ട് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. റെസിപ്പി പറഞ്ഞ കൂട്ടത്തിലൊരു കാര്യം പറയാൻ മറന്നേ, നമ്മുടെ ചാനൽ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.